ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? കോൺവൊക്കേഷൻ. എന്താണ്? ഗ്രാജുവേഷൻ്റെ. റെഡിയാവോ? ഹായ്, ഞാൻ ഡാൻസ്ലേസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നപ്പം നദാൻകുട്ടിൻ്റെ കോൺവൊക്കേഷൻ ഡേയുടെ വ്ളോഗാണ് നമ്മൾ എടുക്കുന്നത്. ഞങ്ങൾ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി, പുതിയ ഉടുപ്പൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇട്ട് റെഡിയായി നമ്മൾ സ്കൂളിൽ ചെന്നപ്പോഴേ എന്നിട്ട് 2 ദിവസമായിട്ട് കോൺവൊക്കേഷൻ്റെ പ്രാക്ടീസ് നടക്കുന്നുണ്ടായിരുന്നു. ഒത്തേക്കിങ്ങിൻ്റെ പ്രാക്ടീസൊക്കെ ഉണ്ടായിരുന്നു. അവനെ KGയിൽ നോക്കി ആനി സിസ്റ്റർ തന്നെയാണ് കോൺവൊക്കേഷൻ്റെ ഡ്രസ്സും ക്യാപ്പും എല്ലാം അവന് വേണ്ടി സെറ്റ് ചെയ്യുന്നത്. അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ഞാൻ സ്റ്റാഫ് റൂമിൽ വേറെന്തോ കാര്യം ചെയ്തുകൊണ്ടിരുന്നത് പെട്ടെന്നാണ് ഇവരിവിടെ ഒരുങ്ങുവാണല്ലോ എന്നുള്ള ചിന്തയിൽ വന്ന് പെട്ടെന്ന് ഹറി ബറി ആയിട്ടാണ് എടുത്തത്. ബാക്കി ആരുടെയൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ കറക്റ്റ് സമയത്ത് അവരുടെ കിട്ടി. അയാൻകുട്ടനും നദാനും അവരെങ്ങനെയും ഒന്നിച്ച് നിൽക്കുന്നത്. പക്ഷേ സ്പെല്ലിംഗ് വൈസ് വരുമ്പോൾ അവർ രണ്ടും 2 സൈഡിലായി പോകുമായിരുന്നു. എന്നാലും അവരുടെ ടൈം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ കൂട്ടുകാരുടെ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് വൈബ്സ്, 2 വർഷത്തെ അവരുടെ സൗഹൃദം അല്ലെങ്കിൽ 3 വർഷത്തെ അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഒരു ഫലം എന്ന് വേണമെങ്കിൽ ഈ കോൺവൊക്കേഷനിൽ പറയാം. എല്ലാ പേരൻസും അതുപോലെ തന്നെ ഹാപ്പിയായിരുന്നു. ഈ സമയത്ത് മമ്മിയും ക്രിസ്റ്റിമോളും വന്നത്. അക്കാഡമിക് പ്രൊസഷന് വേണ്ടി നമ്മൾ അവരെ നേരത്തെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഡേ ഫുള്ള് എങ്ങനെ ആയിത്തീരും, എന്തായിത്തീരും എന്നുള്ള ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇതിനകത്ത് എങ്ങനെ പാട്ടായി എന്നുള്ളത് തന്നെ എനിക്ക് പലപ്പോഴും ചിന്തിച്ചിട്ട് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലായിരുന്നു. അവർ അക്കാഡമിക് പ്രൊസഷനിലൂടെ ഓരോരുത്തർ പേരൻസിൻ്റെ കൈ പിടിച്ച് നടന്നു വന്നുകൊണ്ടിരുന്നപ്പോൾ നദാൻകുട്ടൻ ക്രിസ്റ്റിമോളുടെ കൂടെയാണ് നടന്നു വന്നത്. ആസ് എ സിംഗിൾ പേരൻ്റ് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ബട്ട് അറ്റ് ദ സെയിം ടൈം ശരിയാണ്, ഈ സിറ്റുവേഷൻസ് എല്ലാം നമ്മൾ മാനേജ് ചെയ്യാൻ നമ്മൾ കാലിബറുള്ള ആൾക്കാരാണ്, അത് മാനേജ് ചെയ്യാം എന്നുള്ളൊരു ബോധ്യവും എനിക്കുണ്ടായിരുന്നു. അധികം കുസൃതിയൊന്നും കാണിക്കാതെ അവരും അവിടെ വളരെ സെറ്റിലായി. ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എങ്ങനെ അവിടെ എത്തി എന്നുള്ളത് എനിക്കിപ്പോഴും ക്ലിയർ ആയിട്ടില്ല. നദാൻകുട്ടിൻ്റെ കോൺവൊക്കേഷൻ ഡേയുടെ സെറമണിയുടെ ഒഫീഷ്യൽ വെൽക്കം പറയാനായിട്ട് എനിക്ക് സാധിച്ചു. Once again, I welcome all the renowned personalities, those who gathered here. Welcome to this convocation ceremony. Thank you. അതിനുശേഷം നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിരുന്നിട്ടുള്ള ലവ്ലി സിസ്റ്റർ, നമ്മുടെ മദറായിട്ടുള്ള എൽ സിസ്റ്റർ, HM ആൻസി സിസ്റ്റർ, അതുപോലെ തന്നെ അവൻ്റെ ക്ലാസ് ടീച്ചർ അനി മിസ്, നമ്മുടെ PTA വൈസ് പ്രസിഡൻറ്റ്, പാരൻസ് റെപ്രസെൻറ്റേറ്റീവ്, സ്റ്റുഡൻറ്റ് റെപ്രസെൻറ്റേറ്റീവ്സ് എല്ലാവരും തിരിതെളിയിച്ച് ഈ കോൺവൊക്കേഷൻ സെറമണി ഒഫീഷ്യലി ഇനാഗുറേറ്റ് ചെയ്തു. ശരിക്കും സ്കൂളിലും കോൺവൊക്കേഷൻ ആദ്യമായിട്ട് നടത്തുന്നതിൻ്റെ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. എന്നാൽ കൂടെ ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും മാനേജബിളായിട്ട് ഈ കോൺവൊക്കേഷൻ സെറമണി മാറി. അത് ആസ് എ പേരൻ്റ് എന്ന നിലയിലും അവിടുത്തെ ഒരു സ്റ്റാഫ് എന്ന നിലയിലും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഈ കോൺവൊക്കേഷൻ ഡേയുടെ ഇതിൽ ഞാൻ പടം വരച്ചപ്പോഴൊക്കെ ഞാൻ ഓർത്ത്, ദൈവമേ, ഇവൻ്റെ ഒരു ഗ്രോത്ത് കാണാൻ, അവിടെ നിന്ന് കാണാൻ ഭയങ്കരമായിട്ട് സാധിച്ചു എന്നെനിക്ക് തോന്നി.
വീശി വലിയ ലോകത്തിലേക്ക് പറന്നു പോകുവാൻ ഈ ഗ്രാജുവേഷൻ ഡേ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഡ്രീംസ് വലുതാക്കാനൊക്കെ ഒത്തിരി ബ്ലെസ്സിങ്സ് അനുഗ്രഹമായി ലവ്ലി സിസ്റ്ററിൻ്റെ കയ്യിൽ നിന്നാണ് കുഞ്ഞ് സർട്ടിഫിക്കറ്റ് റിസീവ് ചെയ്തത്. To be a good student, I will respect my teachers, parents, and friends. I will study well and always try my best. I will be kind, honest, and helpful to everyone. I will make my school proud. ഓവർടേക്കിങ്ങിന് ശേഷം എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ഉണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞത് ഇതാണ്, ഇത് അവരുടെ ബേസിക് എഡ്യൂക്കേഷൻ്റെ കാലഘട്ടമാണ്, അതാണ് ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമായി തീരുന്നതെന്നാണ്. അതിനുശേഷം അവർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. Now I am ready for first standard. Goodbye kindergarten. Thank you everyone. Yes, and my dear friends. Today I am very happy in front of you. Sentence. And that made me as first. Thank you. ഈ എഡ്യൂക്കേഷനിലെ ബേസ്മെൻറ്റ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ സാധിച്ചത് സെൻറ് ആൻസ് സ്കൂളിൽ നിന്നാണ്. അപ്പോൾ അതിനുവേണ്ടി സിസ്റ്റേഴ്സിനോടും ടീച്ചേഴ്സിനോടും അവനെ മെൻറ്റർ ചെയ്ത ഓരോരുത്തരോടും ഒത്തിരി താങ്ക്സ് നമുക്കുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ പോലും എത്ര ഉയരങ്ങളിലേക്ക് പഠിച്ചാലും നമ്മുടെ ഫസ്റ്റ് സ്കൂൾ, ഫസ്റ്റ് ടീച്ചേഴ്സ്, ഫസ്റ്റ് ക്ലാസ്, ഫസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്നത് വലിയൊരു ഇമോഷനാണ്. അപ്പോൾ ആ ഒരു ഇമോഷൻസ് കീപ്പ് ചെയ്യാൻ സെൻറ് ആൻസ് സ്കൂളിന് സാധിച്ചു. ഏറ്റവും ഗുഡ് മെമ്മറീസോടുകൂടി അവർ ഇനി സ്റ്റാൻഡേർഡ്സിലോട്ട് അവർ അപ്ഗ്രേഡ് ചെയ്യപ്പെടുകയാണ്. കൂടെ ഒരാൾ കരഞ്ഞാൽ പോലും എന്തിനാണെന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി നമ്മുടെ കുഞ്ഞുങ്ങളിലൊക്കെ ബിൽഡ് ചെയ്യാൻ സാധിച്ചത് സെൻറ് ആൻസ് സ്കൂളിൽ കൂടിയാണ്. അപ്പോൾ അതിനുവേണ്ടി അവനെ റെഡിയാക്കിയ എൽസി സിസ്റ്ററുണ്ട്, അനു സിസ്റ്ററുണ്ട്, ദീപാ മിസ് ഉണ്ട്, അനീ മിസ് ഉണ്ട്, ആൻസി സിസ്റ്ററുണ്ട്, ലിസ സിസ്റ്റർ, സ്വപ്നാൻറ്റി, എല്ലാവരോടും സെൻറ് ആൻസ് സ്കൂൾ എൻ്റെ ഫാമിലിയോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ ഒരു ദിവസം ഇത്രയും മനോഹരമാക്കിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ, സി യു.